എക്സ്പെക്ടേഷൻസ് പറഞ്ഞു 2022 ലൈക്ക് എന്താ കേരളത്തില് ലൈക്ക് തെലുങ്ക് അവിടത്തെ കന്നഡ റിലീസ് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞാൽ ഇവിടെ റിലീസ് വന്നു. അപ്പം അത്ര ഹൈപ്പില്ലാണ്ട് വന്നു പെട്ടെന്ന് എല്ലാവർക്കും കണക്ട് ചെയ്യുന്നു. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട പടം. എസ്പെഷ്യലി ക്ലൈമാക്സ് കിഡിലായിട്ട് ചെയ്തില്ല. അപ്പം ഇതിന്റെ ട്രെയിലർ കണ്ടപ്പം വലിയൊരു സ്കെയിലിൽ പടം വരുന്നു. ആൻഡ് നമ്മളാ കണ്ട ഫസ്റ്റ് പാർട്ടിന്റെ സെക്കൻഡ് പാർട്ട് ലൈക്ക് കുറച്ചുകൂടി ബഡ്ജറ്റ് ഒരു കൂട്ടി, നല്ല സ്കെയിലിൽ കൂട്ടി. അപ്പൊ ക്ലൈമാക്സ് ഇത് അതേപോലെ പ്രിവ്യൂല് ക്ലൈമാക്സ് ഇത് കിടിലാന്നൊക്കെ പറയുന്നു. അപ്പം അഫ്കോഴ്സ് ഋഷഭ് ഷെട്ടിന്റെ ഡയറക്ഷനും പുള്ളിക്കാരൻ പെർഫോമൻസും പിന്നെ അഫ്കോഴ്സ് രുക്മിണി ഹസന്ത് പുള്ളിക്കാരിയുടെ ഒരു ബ്യൂട്ടി, പിന്നെ അഫ്കോഴ്സ് ആ പടത്തിന്റെ സ്കെയിലും പിന്നെ ഫ്ലാഷ് ബാക്കും എന്തായാലും എക്സ്പെക്ടേഷൻസ് ഉണ്ട്. കാന്താര 2022 3 വർഷങ്ങൾക്ക് ശേഷം രണ്ടാം ഭാഗം എന്താണ് എക്സ്പെക്ടേഷൻ? ഇത് പാർട്ട് 2ഉം 1ഉം ഏതാണെന്ന് ഇപ്പൊ തിരിച്ചറിയാൻ പാർട്ട് 1ആണ്. അപ്പൊ ആ ഒരു കൺഫ്യൂഷനാണ്. പിന്നെ പടം നല്ല രീതിയിൽ കത്തുമെന്നാണ് പറയുന്നത്. എനിക്കൊരു പ്രതീക്ഷയുണ്ട്. കാര്യം ഇത് ഭയങ്കരമായിട്ട് ആത്മീയതയായിട്ടുള്ള ഭയങ്കര ഒരു കഥയാണ്. അപ്പോ ഇതിന്റെ ഒരു സംഭവം കുറച്ച് കാര്യങ്ങൾ എനിക്ക് പടത്തിനെ കുറിച്ച് അറിയാം. അതായത് ഈ പടം ഇറങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് പേര് മരണപ്പെടുകയും അങ്ങനെയുള്ള ഒരുപാട് ഇപ്പോഴും ഒരു പോറ്റി എന്താ മരണപ്പെടുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ എന്താണ് അതിൽ സത്യം എന്ന് പറയുമ്പോൾ ഇത് ശരിക്കുമായിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഒരു ഗുരു, നമ്മൾ തന്നെയാണ് ഈശ്വരൻ, നമ്മൾ തന്നെയാണ് ഗുരു, നമ്മൾ തന്നെയാണ് എല്ലാം. മനസ്സിലായില്ല? അതാണ് ഇതിന്റെ ശരിക്കും സത്യം. അപ്പൊ ഇതിലൊരു സത്യമായിട്ടുള്ള ഒരു കഥയുണ്ട്. ആ ഒരു കഥ ഇപ്പോൾ ഉള്ള ജനങ്ങൾ, പ്രേക്ഷകരായ എല്ലാവർക്കും, ഇനി വരുന്ന യൂത്ത് തലമുറകൾക്കും കാന്താര എന്നുള്ള മൂവി ഒരു വൻ ഇതായിട്ട് മനസ്സിലാവട്ടെ. കണ്ട് പലരും ഭയങ്കരമായിട്ട് റെസ്പോൺസ് പറയുന്നുണ്ട്. അത് എക്സ്പെക്ടേഷൻസ് കൂട്ടിയിട്ടുണ്ട്. അത് നമ്മൾ കണ്ടാലും നമുക്ക് പോസ്റ്ററുകൾ കണ്ടിരുന്നു. ഞാനും കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാന്താര ഇപ്പം ഈ ഇറങ്ങുന്നത്, ഇപ്പൊ രണ്ടാമത് ഇറങ്ങുന്നത് നല്ല ഗംഭീരമായിട്ടുള്ള ഒരു പടമായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. അങ്ങനെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അല്ലാതെ ഈ പോസ്റ്റുകൾ കണ്ട് നമ്മൾ ഹൈപ്പ് കൂട്ടാ അങ്ങനത്തെ പരിപാടി ഒന്നുമില്ല. അല്ല, ഈ ഹൈപ്പ് കൂട്ടി വന്നു കഴിഞ്ഞാൽ അവസാനം ഒന്നുമില്ലാത്ത പോലെ ആയിപ്പോകും ബ്രോ. അതുകൊണ്ടാണ് നമ്മളൊന്നും ഹൈപ്പ് കൂട്ടി നമ്മൾ എൻപുരാനൊക്കെ പോലെ ആയിപ്പോകും. ഹൈപ്പ് കൂട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഹൈപ്പ് കൂട്ടാതെ വലിയ ഹൈപ്പൊന്നും ഇല്ലാതാണ് ഈ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ സാധനം കയറി കാര്യം തിയേറ്ററിൽ ഇപ്പോഴും ടിക്കറ്റ് നമുക്ക് ബാക്കി കിടക്കുകയാണ് എടുക്കാനായിട്ട്. ചേട്ടാ എന്തൊക്കെയാണ് എക്സ്പെക്ടേഷൻസ്? ഒരു എക്സ്പെക്ടേഷൻ ഇല്ല ബ്രോ. ഒരു എക്സ്പെക്ടേഷൻ ഇല്ല, ഒരു എക്സ്പെക്ടേഷൻ ഇല്ല. കണ്ടിന്യൂഷൻ പറയാന്നുണ്ടെങ്കിൽ പ്രിവ്യൂ ഷോയ്ക്ക് വന്നപ്പോഴേക്കുള്ള റെസ്പോൺസ് നിങ്ങൾ ഫേസ്ബുക്കിലെല്ലാം കണ്ടു? അതിനെക്കുറിച്ച് ശ്രദ്ധിച്ചിട്ടില്ല. കാണാൻ ആഗ്രഹത്തോടെ വന്നതാണ്. കാണേണ്ട ഒന്നും പറയല്ല, കണ്ടിട്ട് പറയാം. ഈ പ്രിവ്യൂ ഷോന്റെ റെസ്പോൺസ് എല്ലാം കണ്ടിരുന്നു? ഇല്ല, ഒന്നും കണ്ടില്ല. സോഷ്യൽ മീഡിയ ഇല്ല, കുറവാണ്. പക്ഷേ ഞങ്ങള് സിനിമ ഓവർ ഹൈപ്പായി ചിലപ്പോ വിത്തിൻ എക്സ്പെക്ടേഷൻസിനകത്ത് വന്നില്ലേല് ഒരു ഡിസപ്പോയിന്റ് ആവണ്ടെന്ന് എഴുതിയിട്ട് ഹൈപ്പ് ഞങ്ങൾ സ്വന്തമായിട്ട് മൈൻഡിൽ ഹൈപ്പ് ലോ സെറ്റ് ചെയ്തു.